സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HTML ഉപയോഗിച്ചിട്ട് എങ്ങനെ പേജ് ലേ ഔട്ട് ചെയ്യാമെന്ന്. നമുക്ക് പേജിലെ എലമെൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ലേ ഔട്ടിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ HTML രണ്ട് രീതിയിലാണ് ഈ എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്യുക. ഒന്ന് ബ്ലോക്കായിട്ടും മറ്റേത് ഇൻലൈൻ ആയിട്ടും. സോ HTML നമ്മൾ കുറേ ടാഗുകൾ പഠിച്ചു. സോ ചില ടാഗുകൾ ഇൻലൈൻ ആയിരിക്കും, അതായത് ഫോർ എക്സാമ്പിൾ ആങ്കർ ടാഗ് എന്നൊക്കെ പറയുന്നത് ഇൻലൈൻ ആയിരിക്കും. ചില ടാഗുകൾ ബ്ലോക്ക് ആയിരിക്കും, അതായത് പി അതേപോലെ ഡിവ് എന്ന് പറഞ്ഞ ടാഗുകളൊക്കെ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കണമെങ്കിൽ ഒരു പേജ് ഉണ്ടാക്കാം, layout.html. ഓക്കെ, സോ നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹലോ കോഡ് മലയാളം എന്ന് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഡിവ് എലമെൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഡിവ് ഇട്ട് കഴിഞ്ഞാൽ സോ അതിനകത്ത് നമുക്ക് ഹലോ കോഡ് മലയാളം എന്ന് എഴുതാം. സോ അടുത്തൊരു ഡിവും കൂടി ഇടാം, HTML ട്യൂട്ടോറിയൽ ഇടാം. ഓക്കെ, സോ നമ്മൾ രണ്ട് ഡിവ് എലമെൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടും രണ്ട് ലൈനിലാണ് വന്ന് കിടക്കുന്നത്. അതായത് ഇവിടെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എലമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ലൈനിലാണ് വന്നിരിക്കുന്നത്, ഫുൾ വിഡ്ത്ത് ആയിരിക്കും. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്തും ഫുൾ വിഡ്ത്ത് ആയിരിക്കും, അടുത്ത ലൈനിലാണ് വന്നിരിക്കുന്നത്. സോ ഇങ്ങനെ ഓരോ ലൈനിൽ ഫുൾ വിഡ്ത്ത് ആയിട്ട് വരുന്ന എലമെൻറ്റിനാണ് ബ്ലോക്ക് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്തൊരു പാരഗ്രാഫ് കൊടുത്ത് നോക്കാം. പാരഗ്രാഫ് എവിടെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ പാരഗ്രാഫ് നമുക്ക് ഇതേപോലെ പുതിയ ലൈനിലാണ് വരുന്നത്. പാരഗ്രാഫും ഇതേപോലെ തന്നെ ഒരു ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് ആങ്കർ ടാഗുകൾ കൊടുക്കാം, ലിങ്കുകൾ. സോ നമ്മൾ വെബ്സൈറ്റിൽ നിന്നും കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇമെയിലിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഒന്നിന് ശേഷം ഒന്നായിട്ടാണ് വരുന്നത്. ഓക്കെ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് സെപ്പറേറ്റ് ലൈനിലല്ലാണ്ട് ഒന്നിന് ശേഷം ഒന്നായിട്ട് വരുന്നതിനാണ് ഇൻലൈൻ എന്ന് പറയുന്നത്. സോ ഈ ഡിവ് എന്ന് പറഞ്ഞ ഓരോ സെക്ഷൻ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ സ്പാൻ എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു സ്പാനിനകത്ത് ഈ ഒരു ആങ്കർ ടാഗ് കൊണ്ടിടാം, അടുത്ത സ്പാനിനകത്ത് അടുത്ത ആങ്കർ ടാഗ് കൊണ്ടിടാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിവ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഗ്രൂപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നറാണ്, അത് ബ്ലോക്ക് എലമെൻ്റ് ആണ്. അതേപോലെ തന്നെ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ്. പക്ഷേ സ്പാൻ എന്ന് പറയുന്നത് ഇൻലൈൻ എലമെൻ്റ് ആണ്. എല്ലാ എലമെൻറ്റുകളും ഒന്നല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഇൻലൈൻ ആയിട്ടാണ് ബൈ ഡിഫോൾട്ട് HTML തരംതിരിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡിവിനെ വേണമെങ്കിൽ ഇൻലൈൻ ആക്കാം, സ്പാനിനെ വേണമെങ്കിൽ ബ്ലോക്ക് ആക്കാം. അത് നമുക്ക് മാറ്റാൻ പറ്റും, നമുക്ക് സ്റ്റൈൽ ചെയ്ത് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഡിവിൻ്റെ സ്റ്റൈലിൽ നമുക്ക് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്, ഡിസ്പ്ലേ നമുക്ക് ഇൻലൈൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബൈ ഡിഫോൾട്ട് ബ്ലോക്കാണ്, പക്ഷേ നമ്മൾ ഡിസ്പ്ലേന് ഇൻലൈൻ കൊടുത്തുകൊണ്ട് സോ അത് ഇൻലൈൻ ആവും. ഓക്കെ, സോ പിന്നെ വേറൊരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻലൈൻ എലമെൻറ്റിൻ്റെ ഉള്ളിൽ വേറൊരു ഇൻലൈൻ എലമെൻറ്റ് മാത്രമേ വരാൻ പാടത്തുള്ളൂ, വേറൊരു ബ്ലോക്ക് എലമെൻറ്റ് വരാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ എററൊന്നും അടിക്കത്തില്ല, പക്ഷേ പല ബ്രൗസറും പല രീതിയിലാണ് ബിഹേവ് ചെയ്യുക. അതുകൊണ്ട് മിക്കവാറും ഒരു ഇൻലൈൻ എലമെൻറ്റിനകത്ത് വേറെ ബ്ലോക്ക് എലമെൻറ്റ് പരമാവധി കൊടുക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഔട്ട് ഓഫ് ദി ബോക്സ് നമ്മുടെ HTML അറേഞ്ച് ചെയ്യുന്ന രീതി. സോ നമ്മൾ ഇനി ഇതുവരെ ചെയ്തിരുന്ന നമ്മളുടെ ഈ വെബ്സൈറ്റ് ഒന്ന് ലേ ഔട്ട് ചെയ്ത് നോക്കാം. അതായത് ഈ പേജിൻ്റെ ഈ കണ്ടന്റ് ഒക്കെ ഈ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ ഇമേജ് റൈറ്റ് സൈഡിലും വരണം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ ബ്ലോക്ക് എലമെൻറ്റോ ഇൻലൈൻ എലമെൻറ്റോ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇൻലൈൻ എലമെൻ്റ് ആയിട്ട് ഇതേപോലെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻലൈൻ എലമെൻറ്റുകൾക്കകത്ത് നമുക്ക് ഇതേപോലെ ബ്ലോക്ക് എലമെൻറ്റുകളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഇൻലൈൻ എലമെൻറ്റ് വെച്ച് നമുക്ക് ഇതേപോലെ ലേ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നത്തെ ഒരു ഓപ്ഷനിൽ ടേബിളുകൾ ഉപയോഗിക്കാനാണ്. അതായത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ടേബിളുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇതേപോലെ ഒരു ടേബിളിൻ്റെ മാർക്കപ്പ് ഇടാം, എന്നിട്ട് അതിനകത്ത് നമുക്കൊരു റോ ഡിഫൈൻ ചെയ്യാം, എന്നിട്ട് അതിനകത്ത് നമുക്ക് 2 കോളം ഉണ്ടാക്കാം, എന്നിട്ട് അതിനകത്ത് ഒരു കോളത്തിനകത്ത് നമുക്ക് ഈ ടെക്സ്റ്റുകളും അടുത്ത കോളത്തിനകത്ത് നമുക്ക് ഇമേജും കൊണ്ടിടാം. ഓക്കെ, സോ അതൊന്ന് ശ്രമിച്ച് നോക്കാം. സോ ഈ ഐറ്റത്തിനകത്ത് നമുക്കൊരു ടേബിൾ ഇടാം, അതിനകത്തൊരു റോ ഇടാം, അതിനകത്ത് 2 കോളം ഇടാം, എന്നിട്ട് ആദ്യത്തെ കോളത്തിനകത്ത് നമുക്ക് ഇത്രയും സാധനങ്ങൾ ഇവിടെ കയറ്റിയിടാം, രണ്ടാമത്തെ കോളത്തിനകത്ത് ഇമേജ് ഇടാം. തൽക്കാലം ഇമേജിന് പകരം ഇമേജ് ഹിയർ എന്ന് പറഞ്ഞ് ഒരു ടെക്സ്റ്റ് ഇടാം. ഓക്കെ, സോ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും 2 കോളം ഉണ്ടായിട്ടുണ്ട്, ഇതൊരു കോളം. സോ ഇമേജ് ഇടുവാണെങ്കിൽ അതിവിടെ വരും. ഓക്കെ, സോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലേ ഔട്ട് ചെയ്യാം. ഇതാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ ലേ ഔട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതും. ഓക്കെ, സോ പക്ഷേ ഇപ്പോൾ അങ്ങനെ അധികം ആരും ഈ ടേബിൾ വെച്ച് ലേ ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കാറില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാധാരണ ടേബിൾ സ്ട്രക്ചറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കപ്പാണ്. ഓക്കെ, സോ അത് ലേ ഔട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ട മാർക്കപ്പ് അല്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് മാർക്കപ്പ് ഉണ്ട്. ടേബിൾ, TR, TD ഇങ്ങനെ ഒരുപാട് മാർക്കപ്പുകൾ നമുക്ക് ലേ ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത് കുറച്ച് ബുദ്ധിമുട്ടാവാറുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, ഇത് തീരെ റെസ്പോൺസീവ് അല്ല. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൊബൈൽ ഡിവൈസിനകത്തൊക്കെയാണ് വേണ്ടതെങ്കിൽ 2 കോളം ഒന്നും ഇടാനുള്ള സ്ഥലമില്ല. ഓക്കെ, സോ മൊബൈൽ ഡിവൈസിനകത്തേക്കാണ് നമുക്ക് വേറൊരു ലേ ഔട്ട് ചൂസ് ചെയ്യണം. അതായത് ഇമേജ് മുകളിലും ബാക്കി ടെക്സ്റ്റൊക്കെ താഴത്തോട്ടും വരണം. ഓക്കെ, സോ അങ്ങനെ റെസ്പോൺസീവ് ആകുമ്പോൾ നമുക്ക് ലേ ഔട്ട് മാറ്റാനൊക്കെ പറ്റണം. സോ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഈ ടേബിൾ ടാഗ് തരുന്നില്ല. അതുകൊണ്ട് തന്നെ ടേബിൾ ടാഗുകൾ ഇപ്പോൾ ലേ ഔട്ടുകൾക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഈ കോഡ് പഴയ പോലെ തന്നെ ആക്കാം. സോ ഇനി എങ്ങനെ ലേ ഔട്ട് ചെയ്യും? സോ ലേ ഔട്ട് ചെയ്യാൻ HTML ബേസിക്കായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റൈലാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് വഴി. സ്റ്റൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ പേജുകൾ ലേ ഔട്ട് ചെയ്യുന്നത്.
അപ്പോൾ സ്റ്റൈൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ചാപ്റ്റർ 2-നകത്ത് വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അത് കാണാത്തവർ എന്തായാലും കാണാം. സോ കാണാത്തവർക്ക് വേണ്ടി ഒരു പെട്ടെന്നൊരു ഡിസ്ക്രിപ്ഷൻ പറയാം. സോ നമ്മുടെ വെബ് പേജിനകത്ത് സ്റ്റൈൽ, അതായത് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളറുകൾ, ഈ പറഞ്ഞ ബോർഡർ ബോക്സുകൾ, പിന്നെ അതേപോലെ തന്നെ ലേ ഔട്ട്, അനിമേഷൻസ്, ട്രാൻസിഷൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കൊടുക്കണമെങ്കിൽ ഈ വെറും HTML ടാഗ് മാത്രം വെച്ചിട്ടില്ല, അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റൈൽസും കൂടിയും വെച്ചിട്ടാണ്. അത് CSS എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മുടെ ഒരു വെബ് പേജിനകത്ത് ഒരു സ്റ്റൈൽ ആഡ് ചെയ്യണമെങ്കിൽ പല രീതിയിൽ ആഡ് ചെയ്യും. നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ലിങ്ക് എന്ന് പറഞ്ഞ ടാഗ് കൊടുത്തിട്ട് ഒരു സ്റ്റൈൽ ഷീറ്റ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അത് ഈ ഫോൾഡറിൽ തന്നെ നമ്മൾ style.css എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലിനകത്താണ് നമ്മൾ സ്റ്റൈൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ HTML പേജിനകത്ത് ഈ സ്റ്റൈൽ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ടത്, ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ പോയി, ബോർഡർ, ഈ അതിലുള്ള സ്പേസിങ് ഇതെല്ലാം പോയി. സോ നമ്മൾ ഈ പേജിൽ പറഞ്ഞ ഈ style.css എന്ന് പറഞ്ഞ ഫയലിൽ പറഞ്ഞ സ്റ്റൈലാണ് ഈ പേജിനകത്ത് എടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു കുറച്ച് മിനിമം സ്റ്റൈലുകളേ ഉള്ളൂ. അങ്ങനെ സ്റ്റൈലുകൾ കൊടുത്തിട്ട് നമുക്ക് ഈ ലേ ഔട്ട് ചെയ്യാൻ പറ്റും. സോ സ്റ്റൈലിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു ഫുൾ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് CSSനെ കുറിച്ചിട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഫുൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ആ സീരീസ് കാണുന്നത് വളരെ റെക്കമെൻഡഡ് ആണ്. സോ CSSും കൂടി അറിയേണ്ട HTML കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് കുറച്ച് CSS നമ്മൾ ഈ സീരീസിലും പറയുന്നുണ്ട്. ഓക്കെ, സോ ലേ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രോപ്പർട്ടീസാണ് CSS സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ഫ്ലെക്സും മറ്റേത് ഗ്രിഡും. ഓക്കെ, സോ ഈ വീഡിയോനകത്ത് നമ്മൾ ഗ്രിഡ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കണ്ടെയ്നറിലാണോ ലേ ഔട്ട് ചെയ്യേണ്ടത് അതിന് നമ്മൾ ഗ്രിഡായിട്ട് പറഞ്ഞു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഐറ്റം എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, സോ ഇതാണ് ഒരു ഐറ്റം. ഓക്കെ, ഈ ഐറ്റത്തിനകത്താണ് നമ്മളുടെ ഈ കംപ്ലീറ്റ് സാധനങ്ങൾ വന്നിരിക്കുന്നത്. സോ ഈ ഐറ്റത്തിനകത്ത് വരുന്ന എലമെൻറ്റുകളെ നമുക്ക് ലേ ഔട്ട് ചെയ്യണം. ഓക്കെ, സോ അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഐറ്റത്തിനെ നമുക്ക് തൽക്കാലം ഗ്രിഡായിട്ട് സെറ്റ് ചെയ്യാം. സോ ഗ്രിഡായിട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റൈൽ ഷീറ്റോടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റൈൽ ഷീറ്റിലോട്ട് പോകാം. ഐറ്റം എന്ന് പറഞ്ഞ ക്ലാസ് നെയിമാണ്. ആ ക്ലാസ്സിലുള്ള എല്ലാം സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നമ്മൾ .item, അപ്പോൾ ആ ഐറ്റത്തിൻ്റെ മൊത്തം എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഗ്രിഡായിട്ട് കൊടുക്കാം. സോ ഗ്രിഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രിഡായി, ഈ ഐറ്റം ഗ്രിഡായി. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഇത് ഗ്രിഡായി. എന്നിട്ട് അതിനകത്ത് വരുന്ന എലമെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ അതിനകത്ത് ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന ചൈൽഡുകൾ, തൊട്ട് താഴെ വരുന്ന ചൈൽഡുകളെയാണ് ഈ ഗ്രിഡ് എഫക്റ്റ് ചെയ്യുക. അതിൻ്റെ നെസ്റ്റഡ് ചൈൽഡ്, അത് ഈ P-നകത്ത് വേറെ ചൈൽഡ് ഉണ്ട്, അതിനൊന്നും ഈ ഗ്രിഡ് എഫക്റ്റ് ചെയ്യത്തില്ല. ഇതിൻ്റെ ഇമീഡിയറ്റ് ആയിട്ടുള്ള ചൈൽഡുകൾ മാത്രമേ ഈ ഗ്രിഡ് എഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റത്തിനകത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിനകത്ത് നമുക്ക് കണ്ടൻറ്റ് മൊത്തം കൊടുക്കണം, ഐറ്റം കണ്ടൻറ്റും, റൈറ്റ് സൈഡിനകത്ത് നമുക്ക് ഇമേജും കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഐറ്റത്തിനകത്ത് 2 മാർക്കപ്പ് ആഡ് ചെയ്യാം. അതായത് ഇതിനകത്ത് 2 div ആഡ് ചെയ്യാം. ഓക്കെ, സോ അതിൽ ആദ്യത്തിൻ്റെ പേര് ഐറ്റം കണ്ടൻറ്റ്, ഓക്കെ എന്നിടാം. എന്നിട്ട് അടുത്ത ഡിവിൻ്റെ പേര് ഐറ്റം ഇമേജ് എന്നിടാം. ഓക്കെ, ഇങ്ങനെ 2 div ഇടാം. എന്നിട്ട് ആദ്യത്തെ ഡിവിനകത്ത് ഇതിൽ കണ്ടൻറ്റ് മൊത്തം ഇവിടെ കൊണ്ടിടാം. ഈ ഐറ്റം കണ്ടൻറ്റിനകത്ത് മൊത്തം കണ്ടൻറ്റ് കൊടുത്തു. ഐറ്റം ഇമേജിനകത്ത് ഒരു തൽക്കാലം ഒരു ടെക്സ്റ്റ് കൊടുക്കാം, ദിസ് ഈസ് ആൻ ഇമേജ്. സോ റിഫ്രഷ് ചെയ്താലും ദിസ് ഈസ് ആൻ ഇമേജ് എന്ന് പറഞ്ഞാൽ താഴത്തെ കാണിക്കുന്നത്, നമ്മൾ റൈറ്റ് സൈഡിലാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. സോ അത് കാണിക്കുന്നില്ല. ഓക്കെ, സോ നമ്മളിവിടെ ഗ്രിഡാണ് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് കാര്യമില്ല. ഈ ഗ്രിഡിനകത്ത് എത്ര കോളം വേണം, 1 വേണോ 2 വേണോ 3 വേണോ നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് എത്ര കോളം വേണം, 1 2 കോളം വേണം. ഓക്കെ, സോ അതും കൂടി നമ്മൾ ഗ്രിഡിൻ്റെ ഒപ്പം പറഞ്ഞു കൊടുക്കണം. സോ നമ്മൾ ആ ഗ്രിഡിൻ്റെ സ്റ്റൈലിൽ പോയിട്ട് അതിന് വേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഗ്രിഡ് ടെംപ്ലേറ്റ് കോളംസ്. ഓക്കെ, അതിൽ ഓട്ടോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്നാൽ 2 കോളമാണ്. ഓരോ കോളത്തിൻ്റെ വിഡ്ത്ത് അവൻ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോട്ടെ എന്നാണ് അവൻ പറയുന്നത്. ഇത് എത്ര കോളം അതിൻ്റെ വിഡ്ത്തുമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 2 കോളം പറഞ്ഞു കൊടുത്തു, അതിൻ്റെ വിഡ്ത്ത് അവൻ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ടേബിൾ പോലെ തന്നെ 2 കോളം വന്നു. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഇതിലെ കണ്ടൻറ്റ് അനുസരിച്ചിട്ട് ആദ്യത്തെ കോളത്തിന് ഒരുപാട് വിഡ്ത്തും രണ്ടാമത്തെ കോളത്തിന് കുറച്ച് വിഡ്ത്തുള്ളൂ. ഓക്കെ, സോ ഇത് മാറ്റി കൊടുക്കേണ്ടതിന് ഗ്രിഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓട്ടോന് പകരം 1FR എന്ന് പറഞ്ഞാൽ, അതായത് ഉള്ള സ്പേസിൽ ഒരു ഫ്രാക്ഷൻ ആദ്യത്തെ കോളത്തിന് കൊടുക്കുക, അടുത്ത ഫ്രാക്ഷൻ അടുത്ത കോളത്തിന് കൊടുക്കുക. ഓക്കെ, സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടത് 2 ഏകദേശം തുല്യമായിട്ട് അവൻ ഡിവൈഡ് ചെയ്തു. സോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഗ്രിഡിൽ തരുന്നുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ചെയ്ത പോലെ തന്നെ ഈ മാർക്കപ്പിനകത്ത് ഐറ്റം കണ്ടൻറ്റും ഐറ്റം ഇമേജും നമുക്ക് ബാക്കിയുള്ള ഐറ്റത്തിലും കൂടിയും കൊണ്ടിടാം. സോ അങ്ങനെ എല്ലാത്തിനകത്തും അങ്ങനെ 2 കോളമായിട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാർക്കപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഐറ്റത്തിന് നമ്മൾ ഗ്രിഡാക്കി. സോ അതിൽ ഇമീഡിയറ്റ് ആയിട്ട് 2 ചൈൽഡുകളുണ്ട്. ഇത് പറഞ്ഞുണ്ട് ഐറ്റം കണ്ടൻറ്റും ഐറ്റം ഇമേജും ഉണ്ട്. ഇതിന് 2 മാത്രമേ ഈ ഗ്രിഡ് എഫക്റ്റ് ചെയ്യത്തുള്ളൂ. സോ ഇതൊരു കോളത്തിലാക്കി, ഇത് അടുത്ത കോളത്തിലാക്കി, അങ്ങനെ 2 കോളത്തിലായിട്ട് അവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ 2 കോളമല്ല 3 കോളമാക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം, അതിനും പറ്റും. സോ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനും ഒക്കെ ഈ ഗ്രിഡ് നമുക്ക് സഹായമാവും. ഓക്കെ, സോ അതിനെക്കാട്ടിയും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇത് മൊബൈൽ ഡിവൈസിനകത്ത് നോക്കുന്ന സമയത്തും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ അതിന് മാത്രം സ്ഥലമില്ല. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഇമേജ് നമുക്ക് മുകളിൽ വന്ന് നന്നായിരുന്നു.
ഓക്കെ, ബാക്കിയുള്ള ഈ ടെക്സ്റ്റൊക്കെ താഴത്തും ഇമേജ് മുകളിലും വന്നാൽ നന്നായിരുന്നു. അതായത് 400 പിക്സലിന് താഴെ വിട്ടുള്ള ആ ഒരു സമയത്ത് നമുക്ക് ഈ സ്റ്റൈലിനകത്ത് ഒരു കോളം മതി, ഒരു FR മതി, 2 FR വേണ്ട, ഒരു കോളം മതി, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ അതിന് മീഡിയ ക്വറീസ് വെച്ചിട്ട്, ഈ സ്റ്റൈലിൽ തന്നെയുള്ള മീഡിയ ക്വറീസ് വെച്ചിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ മീഡിയ ക്വറീസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ പറഞ്ഞ CSSൻ്റെ വീഡിയോനകത്ത് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ വേണമെങ്കിൽ ചെയ്യാം. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മീഡിയ ക്വറി ചെയ്യണമെങ്കിൽ @media സ്ക്രീനിൻ്റെ വിഡ്ത്ത് മാക്സിമം 600 പിക്സലാണെങ്കിൽ, അതായത് 600 പിക്സലിനും താഴെയാണ് നമ്മുടെ സ്ക്രീനിൻ്റെ വിഡ്ത്തെങ്കിൽ നമുക്ക് ഈ ഐറ്റത്തിനെ നമുക്ക് മാറ്റി സ്റ്റൈൽ ചെയ്യാം. അത് ഡിസ്പ്ലേ ഗ്രിഡ് തന്നെയാണ് വേണ്ടത്, പക്ഷേ കോളം ഒരെണ്ണം മതി. അപ്പോൾ ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഒരു കോളം ആക്കാം. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സോ നമ്മുടെ ഈ ഡയമെൻഷൻ 600 താഴെ ആവുന്ന സമയത്ത് അതൊരൊറ്റ കോളാവും. കണ്ടോ? സോ ഇമേജ് താഴത്തോട്ട് പോയി. സോ അതൊരു സിംഗിൾ കോളായി. ഓക്കെ, സോ ഇതിപ്പോൾ കണ്ടന്റ് മുകളിലും ഇമേജ് താഴെയാണ് വന്നിരിക്കുന്നത്. ഗ്രിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇമേജ് മുകളിലും കണ്ടന്റ് താഴെ ഇടാൻ പറ്റും. അതിന് പല വഴികളുണ്ട്. അതിലൊരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രിഡ് ടെംപ്ലേറ്റ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് ഈ ഓരോ സെല്ലിനും ഒരു പേര് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ഓരോ ഐറ്റം ഇതിൽ ഏത് പേരിൽ വന്ന് കിടക്കണം എന്ന് പറഞ്ഞു കൊടുക്കാം. സോ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ഗ്രിഡിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് ഗ്രിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പേജ് ലേ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് മുകളിൽ വന്നു, കണ്ടന്റ് താഴെ വന്നു. സോ ഇവിടെ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ, സോ ഈ ഗ്രിഡിനകത്ത് 2 ഏരിയ ആണുള്ളത്. ഒന്ന് ഇമേജ് എന്ന് പറഞ്ഞ ഏരിയയും ഒന്ന് കണ്ടന്റ് എന്ന് പറഞ്ഞ ഏരിയയും. ഇതിൻ്റെ പേരാണ് കണ്ടന്റ്, ഇതിൻ്റെ പേരാണ് ഇമേജ്. സോ ഇവിടെ അടുത്ത ഓർഡർ ഇമേജ് കണ്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഇമേജും പിന്നെ കണ്ടന്റും വന്നത്. നമുക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുത്താൽ തിരിച്ചു വരും. സോ അങ്ങനെ പല ഓപ്ഷനുകളും നമുക്ക് ഗ്രിഡ് വെച്ച് നമുക്ക് ലേ ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് വലുതാകുന്ന സമയത്ത് നേരത്തെ പോലെ തന്നെ 2 കോളമായിട്ട് വരും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കോളത്തിനകത്ത് നമുക്ക് ഇമേജ് കൊണ്ടിടാം. സോ ആവേശമാകുമ്പോൾ ആവേശം സിനിമയിൽ ഇമേജ് കൊണ്ടിടാം. സോ നമ്മുടെ അടുത്ത് കുറേ ഇമേജസ് ഉണ്ട്. ഇതാണ് ആവേശത്തിലെ ഒരു ഇമേജ്, 1280 പിക്സൽ വിഡ്ത്തുള്ളൊരു ഇമേജാണ്. സോ നമുക്ക് ആ ഇമേജ് ഇവിടെ കൊണ്ടിടാം. സോഴ്സ് അതിൻ്റെ ആൾട്ടിൽ നമുക്ക് ഈ സിനിമയുടെ പേരിന് കൊടുക്കാം. ഓക്കെ, സോ എന്നിട്ട് വിഡ്ത്ത് നമുക്കൊരു 220 കൊടുക്കാം. ഓക്കെ, സോ നമുക്കിവിടെ ഇമേജ് വന്നിട്ടുണ്ട്. സോ ഇമേജ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മുകളിൽ സ്പേസ് കുറവും താഴത്ത് കൂടുതലാണ്. അപ്പോൾ ഇമേജ് കുറച്ചുകൂടി സെൻട്രലി അലൈൻ ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് ഗ്രിഡ് വെച്ച് തന്നെ അലൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രിഡിൽ തന്നെ അലൈൻ ഐറ്റംസ് സെൻറ്റർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, സോ അത് കുറച്ച് സെൻട്രലി അലൈൻ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് ടാബ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് ലോഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. സോ അതിന് 208 KB സൈസ് ഉണ്ട്. ശരിക്കും നമുക്ക് അത്രയും ഈ 1280 വിഡ്ത്ത് സൈസുള്ള ഇമേജ് ഇവിടെ വേണമെന്നില്ല. എല്ലാ ഡിവൈസുകൾക്കും ചിലപ്പോൾ അത്രയും ഇമേജ് ആവശ്യം വരത്തില്ല. ചില ഡിവൈസുകൾക്കും കുറവ് സൈസ് മതിയായിരിക്കും. സോ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇമേജിനെ പല സൈസിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇമേജ് ടാഗിൽ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അവൻ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ആ ഡിവൈസും പിന്നെ അതിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഇമേജ് അവൻ ഡൗൺലോഡ് ചെയ്തോളും. സോ അത് നമ്മൾ ഇമേജിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. സോ അത് കാണാത്തവർ തീർച്ചയായും കാണാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമുക്കിവിടെ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാം. സോ അതിന് നമ്മൾ ഇമേജിൻ്റെ സോഴ്സ് സെറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ആട്രിബ്യൂട്ടൊക്കെ സെപ്പറേറ്റ് ലൈനിലിടാം. സോഴ്സ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ പല സൈസിൽ ഇമേജ് കട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഇമേജ് എല്ലാം നമുക്കിവിടെ സോഴ്സ് സെറ്റ് വഴി പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് ഇമേജിൻ്റെ പാത്ത്, അതിൻ്റെ സൈസ്, അതിൻ്റെ വിഡ്ത്ത് 1280 വിഡ്ത്ത്, അതുപോലെ തന്നെ ബാക്കി ഇമേജസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ഇത് സോഴ്സ് സെറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം സൈസസും പറഞ്ഞു കൊടുക്കണം. സോ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സ്ലോട്ടിൻ്റെ വിഡ്ത്ത് പറഞ്ഞു കൊടുക്കാം 220 പിക്സലാണ്. ഓക്കെ, സോ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവൻ 640 സൈസുള്ള ഇമേജാണ് അവൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതിന് കമ്പാരിറ്റീവ്ലി സൈസ് കുറവാണ്. ഓക്കെ, സോ അത് ഈ കൊടുത്ത ലിസ്റ്റിനകത്തുനിന്ന് ഈ വിഡ്ത്തൊക്കെ നോക്കിയിട്ട് എഫിഷ്യൻ്റായിട്ട് ഇമേജ് ലോഡ് ചെയ്തോളൂ. ഓക്കെ, സോ പിന്നെ നമുക്ക് ഇതൊന്ന് റെസ്പോൺസീവ് ആക്കി നോക്കാം. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 600 പിക്സലിനും താഴെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലേ ഔട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ആവേശം എന്നുള്ളത് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് 600 താഴെ ആവുകയാണെങ്കിൽ ഇമേജിൻ്റെ വിഡ്ത്ത് 100% കൊടുക്കാം. സോ ഇവിടെ ഇമേജിൻ്റെ വിഡ്ത്ത് ഒരു 100% കൊടുക്കാം. സോ അങ്ങനെ ആകുമ്പോൾ ഇമേജിൻ്റെ വിഡ്ത്ത് 600 താഴെ ആകുമ്പോൾ മുകളിൽ ഇമേജ് വരും, താഴത്ത് കണ്ടൻറ്റ് വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ഈ മുകളിൽ ഇമേജ് വളരെ വലുപ്പം കൂടിയതുകൊണ്ട് നമുക്ക് കണ്ടൻറ്റ് വളരെ താഴത്ത് പോയി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ മൊബൈലിലാവുമ്പോൾ നമുക്ക് വേറെ തന്നെ ഇമേജ് ലോഡ് ചെയ്യാം. ആവേശത്തിൻ്റെ ഈ നെയിം മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് മുകളിലിടാം. ഓക്കെ, സോ അങ്ങനത്തെ കേസുകൾ, അതായത് പല റെസൊല്യൂഷനിൽ പല ഇമേജാണ് വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പിക്ചർ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. സോ നമുക്ക് ഇവിടെ ആ പിക്ചർ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യാം. സോ പിക്ചർ എന്ന് പറഞ്ഞ ടാഗ് എന്ന് പറഞ്ഞാൽ ഈ സോഴ്സ് സെറ്റ് നമുക്ക് പല റെസൊല്യൂഷനിൽ മാറ്റി കൊടുക്കാനാണ് പിക്ചർ ടാഗ് ഉപയോഗിക്കുന്നത്. പിക്ചർ എന്ന് പറഞ്ഞ ടാഗിനകത്ത് നമുക്ക് ഇമേജ് കൊണ്ടിടാം. എന്നിട്ട് സോഴ്സ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. സോ അതിനകത്ത് മീഡിയ നമുക്ക് പറഞ്ഞു കൊടുക്കാം. മാക്സ് വിഡ്ത്ത് 600 പിക്സലിനും താഴെ ആവുകയാണെങ്കിൽ നമുക്ക് പുതിയ സോഴ്സ് സെറ്റ് പറഞ്ഞു കൊടുക്കാം. സോ ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് മാത്രം കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ പല റെസൊല്യൂഷനിലും കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ആവേശം ടൈറ്റിൽ എന്നാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇവിടെ കൊടുത്ത പോലെ തന്നെ
ചെറിയ വിഡ്ത്താകുമ്പോൾ നമുക്ക് ടൈറ്റിലും കൊടുത്തേക്കാം. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ റെസൊല്യൂഷൻ വിഡ്ത്താവുന്ന സമയത്ത് മൊബൈലിലൊക്കെ ആണെങ്കിൽ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ, ബാക്കി ഡീറ്റെയിൽസ് താഴത്ത് വരും. വലിയ ഡിവൈസിലാകുമ്പോൾ ഇമേജ് റൈറ്റ് സൈഡിലോട്ട് വരും. സോ ഇമേജും ഈ ടെക്സ്റ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് വേണമെങ്കിൽ ഇത് ഗ്രിഡ് ആയതുകൊണ്ട് നമ്മുടെ ഗ്രിഡിൻ്റെ ഒരു ഗ്യാപ്പ് പറഞ്ഞു കൊടുക്കാം. ഗ്യാപ്പ് ഒരു 16 പിക്സൽ കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു 16 പിക്സൽ ഗ്യാപ്പും വരും. ഓക്കെ, സോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണുകയും ചെയ്യും. ഓക്കെ, സോ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി 2 സിനിമയ്ക്ക് നമുക്ക് ആ ഇമേജസ് പറഞ്ഞു കൊടുക്കാം. സോ നമ്മുടെ ഇമേജസ് എല്ലാവരുടെയും വന്നിട്ടുണ്ട്. നമ്മൾ റെസ്പോൺസീവ് ആക്കുന്ന സമയത്ത് 600 പിക്സലിന് താഴെ ആകുമ്പോൾ അത് മുകളിലോട്ട് വന്നോളും. ഓക്കെ, സോ ഇതാണ് ഒരു ലേ ഔട്ടിങ്ങിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്സ്. ഡീറ്റെയിൽ ലേ ഔട്ടിങ്ങിനെ കുറിച്ച് അറിയണമെങ്കിൽ CSSലെ ഗ്രിഡിൻ്റെയും ഫ്ലെക്സിൻ്റെയും വീഡിയോ തീർച്ചയായും കാണുക. ലേ ഔട്ടിങ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള എല്ലാവരും വേണ്ടി ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.